പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകല വിശുദ്ധരോടും മാലാഹമാരോടും ഭൂവാസികളോടും ചേർന്ന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ യേശു ഒരു വൈദികൻ്റെ രചനയിൽ ഞാൻ വായിക്കുന്നു. ദൈവം സൃഷ്ടിച്ച പരിശുദ്ധ ഭൂമിയിൽ സഹോദരൻ്റെ രക്തം വീണ് കറ പുരണ്ടപ്പോൾ ദൈവം കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ്റെ രക്തം എന്നെ വിളിച്ചു കരയുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അമ്മയുടെ പരിശുദ്ധ ഉദരം ഇന്ന് രക്തപങ്കിലമാകുന്നു. അമ്മയുടെ ഉദരത്തിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞിൻ്റെ രക്തം നിലവിളിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ മുറിവേറ്റ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ നേറി കരയുന്നു. ശരീരം മുഴുവൻ സഹിക്കവയ്യാതെ ശാരീരിക വേദന നാഥൻ തന്നപ്പോൾ അത് അബോർഷൻ സമയത്ത് സ്ത്രീകളിൽ അനുഭവപ്പെടുന്ന വേദനയെന്ന് പിന്നീട് അറിഞ്ഞു. അറിയാതെ 5 മിനിറ്റ് കൊണ്ട് എഴുതിപ്പോയതാണ് ഈ ഗാനം. ആ കുഞ്ഞിൻ്റെ വേദന നമ്മുടെ ഉൾവിളിയായാൽ നാം എത്ര ഭാഗ്യവാന്മാർ എന്നെഴുതി വച്ചുള്ള വരികളിൽ ദിവ്യകാരുണ്യ ഈശോ ആദ്യ വരികൾ ഞാൻ പാടുന്നു. കരയാനറിയാതെ, എതിർക്കാൻ കഴിയാതെ, അമ്മതൻ ഉദരമാം പൂമെത്തയിൽ മയങ്ങും കുഞ്ഞിൻ മൗനനൊമ്പരം കേൾക്കാൻ കഴിയുമോ ഹേ മനുഷ്യ? അച്ഛൻ ഇന്ന് കടന്നു പോകുന്ന ശാരീരിക വേദന വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ പോലും അറിയാതെ അനുഭവിക്കുന്ന ആ വേദന അനുഭവിക്കുമ്പോൾ അറിയാതെ ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ തീർക്കുന്ന കണ്ണുനീർച്ചാലുകൾ നീറുമ്പോൾ ആ അച്ഛൻ ആഗ്രഹിച്ചു പോകുന്നു. കണ്ണുനീർത്തുള്ളികൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം അത് നേരിട്ട് ശേഖരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കണ്ണുനീർത്തുള്ളികൾ ആവിയായി ആകാശത്ത് കണ്ണുനീർ മേഘങ്ങളായി കണ്ണീർ പന്തൽ തീർത്താൽ ഏവർക്കും അത് തണലായനെ എന്ന്. ആ അച്ഛൻ ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരിക വേദന നൽകുന്ന രോഗം സ്ത്രീകൾ അനുഭവിക്കുകയാണെങ്കിൽ അവർ പറയുന്നതായി കേൾക്കുന്നു. പ്രസവ വേദനയേക്കാൾ വലുതാണ് ആ വേദന. ആ രോഗം വന്നവർ പറയുന്നു അതിൻ്റെ വേദന വലുതാണ്, ആ രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്ന്. ഒരു അബോർഷൻ ചെയ്യുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന വേദന ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിനാൽ മുമ്പ് കേട്ട വരികൾ അദ്ദേഹം രചിച്ചെങ്കിൽ പ്രസവ വേദനയേക്കാൾ വലിയ വേദന അനുഭവിക്കുമ്പോൾ അതും വലിയ ഫലദായകമാണെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടിയും അതുപോലുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടിയും ഈശോ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവായ ഈശോയെ, എല്ലാ രോഗികളെയും രോഗികളെ ശുശ്രൂഷിക്കുന്നവരെയും എല്ലാം ഓർക്കുന്നു. അതിലൂടെയുള്ള അവിടുത്തെ തിരഹിതം ഓർത്ത് എപ്പോഴും അവിടത്തേക്ക് നന്ദി പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നാദോപാസന ചെയ്തീ നാളുകൾ നാഥൻ്റെ നടയിൽ കാത്തിരിപ്പൂ. നാഥനോടൊത്ത് ഉപവസിച്ചാൽ നാവുകൾ നാഥൻ്റെ നാദമാകും. നമ്മുടെ എല്ലാ ജീവിത മേഖലകളും സന്തോഷവും ദുഃഖവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നാദോപാസന ചെയ്തീ നാളുകൾ നാഥൻ്റെ നടയിൽ കാത്തിരിപ്പൂ. നാഥനോടൊത്ത് ഉപവസിച്ചാൽ നാവുകൾ നാഥൻ്റെ നാദമാകും. കോടാനുകോടി മാലാഹമാരോട് ചേർന്ന് ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഒരു നിമിഷം അന്യസ്ഥലത്ത് 1000 സംവത്സരത്തേക്കാൾ ഭാഗ്യമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ഈശോയെ, അവിടുന്ന് സ്നേഹമാണ്, സ്നേഹാത്ഭുതമാണ്. അവിടുന്ന് ഐക്യത്തിൻ്റെ അടയാളമാണ്, ഉപവിയുടെ ഉടമ്പടിയാണ്. ആയതിനാൽ അവിടുന്ന് ഓരോ മനുഷ്യർക്ക് നൽകുന്ന അഭൗമിക അനുഭവങ്ങൾ 1 കൊരിന്തോസ് 10:16-17 പറയുന്നത് പോലെ ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രത്തിലൂടെയും മുറിക്കുന്ന അപ്പത്തിലൂടെയും യേശുവിൽ ഒരു ശരീരമാകുന്ന മക്കൾക്ക് ലഭിക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തോടെ നന്ദി പറഞ്ഞ് അഭൗമിക മേഖലകളെല്ലാം സമർപ്പിച്ച് മാലാഹമാരോട് ചേർന്ന് പാടുന്നു. ആലാപനങ്ങളിൽ പുതുജീവനേകുന്ന നാഥൻ്റെ സ്വർഗീയ ഗീതമാകണം. 6 ചിറകുള്ള മാലാഖമാരൊത്ത് ആലപിക്കും എന്നും പരിശുദ്ധൻ. ആലപിച്ചെന്നും മാറാടണം, ആലപിച്ചെന്നും മാറാടണം. നാദോപാസന ചെയ്തീ നാളുകൾ നാഥൻ്റെ നടയിൽ കാത്തിരിപ്പൂ. നാഥനോടൊത്ത് ഉപവസിച്ചാൽ നാവുകൾ നാഥൻ്റെ നാദമാകും. ഈശോയെ അവിടുന്ന് ലൂക്കാസ് സുവിശേഷകൻ 24-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈ കണ്ണുകൾ തുറക്കപ്പെടാതെ ഈ അനുഭവങ്ങൾ രുചിച്ചറിയാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. അന്തർമുഖങ്ങളിൽ 1000 കണ്ണുകളുള്ള മാലാഖമാർ മാത്രമാണ് തുണ. അന്തർമുഖങ്ങളിൽ 1000 കണ്ണുമായി നാഥനെ ദർശിക്കും മാലാഖമാർ. കൂടെ ഈ ലോകത്തിൻ നടകയറിയിടവേ പാദങ്ങൾ 1000 കണ്ണാകണം. കൂടെ ഈ ലോകത്തിൻ നടകയറിയിടവേ പാദങ്ങൾ 1000 കണ്ണാകണം. നടതെറ്റാതെന്നും മുന്നേറണം, നടതെറ്റാതെന്നും മുന്നേറണം. നാദോപാസന ചെയ്തീ നാളുകൾ നാഥൻ്റെ നടയിൽ കാത്തിരിപ്പൂ. നാഥനോടൊത്ത് ഉപവസിച്ചാൽ നാവുകൾ നാഥൻ്റെ നാദമാകും. ഈ ആഗ്രഹത്തോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഒരുപക്ഷേ ഈ നിമിഷം ബാഹ്യമായി അറിയാതെ എവിടെയെങ്കിലും ഇരുന്ന് പരിശുദ്ധാത്മാനുസ്പർശനത്താൽ ഈ ഒരു നിമിഷത്തിൽ പങ്കുചേരുന്നവരെയും മറ്റെല്ലാവരെയും ലോകം മുഴുവനെയും അങ്ങ് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.